തെലങ്കാട് വീണ്ടും ഒരു സന്ദർശനത്തിനെത്തിയതാണ്. ഇന്ന് നമ്മുടെ ഒഫ്താൽമോളജി അസോസിയേഷൻ, ഡോക്ടേഴ്സ് അസോസിയേഷൻ അതുപോലെ തന്നെ കോൺട്രസ്റ്റ് ആശുപത്രിയും കൂടെ ചേർന്ന് ഇവിടെ നടത്തിയ ക്യാമ്പിൻ്റെ ഭാഗമായി നിരവധി പേർക്ക് കണ്ണട വിതരണവും ട്രീറ്റ്മെൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റും ഒക്കെ ആയിട്ടായിരുന്നു പരിപാടി. സ്കൂളിലെ കായിക കിറ്റിൻ്റെ വിതരണം ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് എന്നോട് നേരത്തെ പറഞ്ഞിരുന്ന ഈ ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരം സന്ദർശിക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇവിടെ ഉണ്ടായിട്ടുള്ള ദുരന്തത്തിൻ്റെ വ്യാപ്തി വളരെ ഭീകരമാണ്. വഴി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ മുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് വീടുകളിലേക്ക് എത്താവുന്ന വഴിയില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ പുഴയിലുടനീളം വലിയ പാറക്കല്ലുകൾ അടിഞ്ഞ് വെള്ളത്തിൻ്റെ സ്വാഭാവികമായിട്ട് ഒഴുക്കിനെ വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യം. അപ്പോൾ വെള്ളം കയറി ഇനിയും ഈ വശങ്ങളിലേക്കൊക്കെ വരുന്നൊരു സാഹചര്യം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് മാറ്റാനും എൻ്റെ അഭിപ്രായത്തിൽ ഈ കല്ലുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുൾപ്പെടെ പരിശോധിക്കണമെന്നതിന് മുമ്പ് ചേർന്നൊരു യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ ഇവിടുത്തെ അന്നത്തെ പ്രവർത്തനങ്ങൾക്ക് സഹായിച്ച JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന പരാതി പറയുന്ന ആളുകളുണ്ട്. ഇതുവരെ സഹായങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഔദ്യോഗിക തലങ്ങളിൽ നിന്നും വന്നു ചേർന്നിട്ടില്ല എന്നുള്ളൊരു പ്രയാസം പറയുന്നു. അത് JCB ഉപയോഗിച്ച് 6 ലക്ഷത്തോളം രൂപ അവർക്ക് കിട്ടാനുണ്ട് ഫോണൊക്കെയാണ്. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെയും അതുപോലെ തന്നെ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തും. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള ആത്മാർത്ഥമായ ഇടപെടലുണ്ടാകും.